എങ്കിലും മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവേ അവിടുന്ന് രാവിലെ എഴുന്നേൽക്കുകയാണ്. ഒരു വാപ്പയും ഉമ്മയും എങ്ങനെയാകണമെന്ന് ഞാൻ പറഞ്ഞു തരാം. ഒരു വീട്ടിലെ വാപ്പയും ഉമ്മയും എങ്ങനെയാകണമെന്നറിയുമോ? പ്രത്യേകിച്ച് ഒരു വാപ്പ എങ്ങനെയാകണമെന്നറിയുമോ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് മുത്തുനബിയുടെ ചാരത്ത് കിടക്കുന്ന ഉമർതങ്ങളുണ്ടല്ലോ, ആ ഉമർതങ്ങള് പടച്ചവനെ ബാങ്ക് വിളിക്കുമ്പോ പള്ളിയിൽ പോയി നിസ്കരിക്കുകയല്ല ചെയ്തത്. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കാ സമയമാകുമ്പോ ഉമർതങ്ങൾ എഴുന്നേറ്റിട്ട് തന്റെ ഭാര്യ വിളിക്കുകയാണ്, തന്റെ പ്രിയപ്പെട്ടവളെ വിളിക്കുകയാണ്. മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു, ഭർത്താവ് ഭാര്യ വിളിക്കണം, ഭാര്യ ഭർത്താവിനെ വിളിക്കണം. സുബഹി നമസ്കരിക്കുന്നതിന് വേണ്ടി ഭർത്താവ് തന്റെ ഭാര്യ വിളിക്കണം. എഴുന്നേറ്റില്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഒരു ഭാര്യക്കും ഭർത്താവിനും അല്ലാഹു സ്വർഗ്ഗം കൊടുക്കും, ഒരു ഭാര്യക്കും ഭർത്താവിനും അല്ലാഹു സ്വർഗ്ഗം കൊടുക്കും. ഏത് ഭാര്യയും ഭർത്താവും എന്നറിയുമോ? അല്ലാഹുവേ നമസ്കരിക്കുന്നതിന് വേണ്ടി സുബഹിക്ക് വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല, അതാ കിടന്നുറങ്ങുകയാണ്. ആ സമയത്ത് ഒതുവെടുത്തിട്ട് നിന്റെ ശരീരത്തിൽ ബാക്കി വന്ന അതാ വെള്ളത്തുള്ളികളുണ്ടല്ലോ, ആ വെള്ളമെടുത്തിട്ട് ഉറങ്ങുന്ന ഭർത്താവിന്റെ മുഖത്ത്, ഉറങ്ങുന്ന ഭാര്യയുടെ മുഖത്ത് ആ വെള്ളം ഇങ്ങനെ കുടഞ്ഞിട്ട് എഴുന്നേറ്റ് നിസ്കരിക്കു പെണ്ണേ, എഴുന്നേറ്റ് സുബഹി നിസ്കരിക്കുക. ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ വിളിച്ചുണർത്തിയാൽ, ഏതെങ്കിലും ഒരു ഭാര്യ തന്റെ ഭർത്താവിനെ വിളിച്ചുണർത്തിയാൽ അല്ലാഹു നിനക്ക് സ്വർഗ്ഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുണ്ടല്ലോ, തന്റെ പൊന്നാര പ്രിയപ്പെട്ട ഭാര്യയെ വിളിക്കുകയാണ്, ഭാര്യയെ വിളിച്ചുണർത്തുകയാണ്. എന്നിട്ട് തന്റെ റൂമിലേക്ക് പോവുകയാണ്. തന്റെ മക്കളുടെ ചാരത്ത് ചെന്നിട്ട് വിളിക്കുന്ന, മക്കളെ എഴുന്നേക്കടാ, നമസ്കാരം നിങ്ങൾക്ക് നിർബന്ധമാ, എഴുന്നേറ്റ് നിസ്കരിക്കുന്നു പറഞ്ഞിട്ട് ഉമർ തങ്ങൾ അവിടെ നിന്ന് വിളിച്ചുണർത്തുമായിരുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ വിളിച്ചുണർത്തണേ, നിങ്ങളുടെ കുടുംബത്തെ നിസ്കരിക്കാ പറയണേ. അങ്ങനെ വിളിച്ചുണർത്തിയാൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? നമസ്കരിക്കാത്ത ഭാര്യക്ക് നീ പ്രതിഫലം പറഞ്ഞു കൊടുക്കണം. നമസ്കരിക്കാത്ത ഭാര്യയോട് അവളോട് പറയണം, അല്ലാഹു തരുന്ന പ്രതിഫലം എന്താണെന്ന്. പെണ്ണെ, നിന്റെ ഭർത്താവ് നമസ്കരിക്കാതെ കിടന്നിറങ്ങുമ്പോ ആ ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കണം, നിസ്കരിച്ചാൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ. എന്റെ പ്രിയമുള്ളവരെ, ഖുർആനിൽ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാ. ഇത് നിങ്ങൾ ഇന്നിവിടെ നിന്ന് പഠിച്ചിട്ടോ, ആയത്ത് നിങ്ങൾ പഠിച്ചിട്ടോ, നിസ്കരിക്കാതെ കിടക്കുന്നവരോട് നിങ്ങൾ ഈ ആയത്ത് പറഞ്ഞു കൊടുക്കണേ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് കിടന്നുറങ്ങുന്ന മക്കൾക്ക് ഓതിക്കൊടുത്ത ആയത്താ. ഇത് ഓതിക്കൊടുക്കണം. ഓതിക്കൊടുക്കുന്ന വാപ്പയ്ക്കും ആ വാപ്പയുടെ ഭാര്യക്കും മക്കൾക്കും അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്. ഈ ആയത്ത് ഓരോ വാപ്പയും ഉമ്മയും പഠിക്കാറുള്ളതാണ്. ഏതായത്തെന്നറിയുമോ? വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്കാ നഹ്നു നർസുഖുക വൽ ആഖിബതു ലിത്തഖ്വാ. ഈ ആയത്ത് പറഞ്ഞു കൊടുത്ത ഒരു ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു കടുകമണിയുടെ അളവെങ്കിലും ഈമാനുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിസ്കരിക്കും ബാപ്പാ. അല്ലാഹുവിന്റെ ഭയമുണ്ടെങ്കിൽ, മരണത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ, ഖബറിൽ കിടക്കേണ്ടവനാണെന്നുള്ള ചിന്തയുണ്ടെങ്കിൽ, നാളെ പടച്ചറപ്പിന്റെ കോടതിയിൽ ചെന്ന് നിന്നിട്ട് ചെയ്തു പോയത് മുഴുവനും അല്ലാഹു എണ്ണി എണ്ണി ചോദിക്കുന്ന ഒരു ദിവസം വരാനുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ചാടി എഴുന്നേറ്റ് നിസ്കരിക്കുമപ്പാ. ഈമാനുള്ള ഭാര്യ, ഈമാനുള്ള മക്കള് ഈ പ്രതിഫലം പറഞ്ഞു കൊടുത്ത ചാടി എഴുന്നേറ്റ് നിസ്കരിക്കും ബാപ്പാ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്
റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് വിളിക്കുന്നു, മക്കളെ എഴുന്നേക്കടാ, മക്കളെ എഴുന്നേക്കടാ. വിളിച്ചുണർത്തുന്ന വാപ്പ, വിളിച്ചുണർത്തുന്ന ഉമ്മ, ഉമ്മ നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്കാ. നിങ്ങൾ അവിടെ നിന്ന് പറയുന്ന പൊന്നുമക്കളെ എഴുന്നേക്കടാ, പൊന്നുമക്കളെ എഴുന്നേക്കടാ. എല്ലാവർക്കും ദാരിദ്ര്യം വല്ലാത്ത പേടിയാണ്. ഓരോ മനുഷ്യനും പറയും, ഉസ്താദ് എന്റെ കുടുംബത്തെ ആരാ, ഞാൻ പോയാൽ എന്റെ കുടുംബത്തെ ആരാ നോക്കുന്നത്? അവർക്ക് ഭക്ഷണം കൊടുക്കാൻ ഒരു ദിവസത്തെ അന്നത്തിന് വേണ്ടി കിടന്ന് ഞാൻ പരക്കം പായുകയാണ്. സംസ്കാരം കളയാക്കുന്നത് കച്ചവടത്തിന്റെ പേര് പറഞ്ഞല്ലേ, നിന്റെ ജോലിയുടെ പേര് പറഞ്ഞല്ലേ, 5 മിനിറ്റ് നിന്നെ പടച്ചാലാന് മാറ്റിവെക്കാൻ സമയമില്ലാത്തത് നിന്റെ കുടുംബത്തെ പോറ്റാറുള്ള പരക്കം പാച്ചിലല്ലേ. എങ്കിൽ അല്ലാഹു പറയുകയാ, ഏതെങ്കിലും ഒരു മനുഷ്യൻ 5 നേരം നമസ്കരിച്ചാൽ മക്കളെ വിളിച്ചുണർത്തിക്കോ, വിളിച്ചുണർത്തിക്കോ. അല്ലാഹു പറയുകയാ, ലാ നസ്അലുക റിസ്കാ നഹ്നു നർസുഖുഹു. അല്ലാഹു പറയുന്നു, നീ ഭക്ഷണം തേടണ്ട. പ്രതിഫലം അല്ലാഹു പറയുകയാ, നിനക്കും നിന്റെ ഭാര്യക്കും മക്കൾക്കും മരിക്കുന്ന കാലം വരെ ഞാൻ ഭക്ഷണം തരാം. ഞാനാണ് റിസ്ക് തരുന്നവൻ, നീയല്ല. അല്ലാഹു പറയുകയാ, ഞാനാണ് ഭക്ഷണം തരുന്നത്, നീ കഷ്ടപ്പെടണ്ട, നീ ഭക്ഷണം തേടിയിട്ട് നടക്കണ്ട, ഞാനാ റിസ്ക് തരുന്നേ. നഹ്നു നർസുഖുഹു, ഞാൻ മരിക്കുന്ന കാലം വരെ നിനക്ക് ഭക്ഷണം തരാമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് എന്റെ പെണ്ണുപിള്ളയും മക്കളെയും കുറിച്ച് യാതൊരു ഭയവും ഇല്ല. ഞാൻ അവരെ കുറിച്ച് ചിന്തിക്കാറ് തന്നെ ഇല്ല. അവർക്ക് അങ്ങനെ ഭക്ഷണം കൊടുക്കും, എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല. എന്നോട് അല്ലാഹു പറഞ്ഞു, സുരാജെ നീയും നിസ്കരിക്കണം, നിന്റെ പെണ്ണുപിള്ളയും മക്കളെയും നിസ്കരിക്കാൻ വിളിച്ചുണർത്തണം. അങ്ങനെ ഉണർത്തിയാൽ മരിക്കുന്ന കാലം വരെ തിന്നാനുള്ളത് ഞാൻ തരാം, നീ തേടി നടക്കണ്ട. അല്ലാഹുവല്ലേ പറഞ്ഞേ, അല്ലാഹുവല്ലേ പറഞ്ഞ സൂറത്തു ത്വാഹ 135 136 ആയത്ത് എടുത്തു നോക്ക്. അല്ലാഹു പറഞ്ഞു, നീ ഭക്ഷണം തേടി നടക്കണ്ട, ഞാനാടാ റിസ്ക് തരുന്നവൻ, ഞാൻ തരാം. അല്ലാഹു തരാന്ന് പറയുന്നുണ്ട്, പിന്നെ വിശ്വസിക്കലല്ലാതെ വേറെ വഴിയൊന്നും ഇല്ല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റിട്ട് കിടന്നുറങ്ങുന്ന ഭാര്യ മക്കൾ എടുത്ത് എന്നിട്ട് പറയണേ, എഴുന്നേക്ക് നിസ്കരിക്കാൻ. ഇല്ല, ഇടം മരിക്കുന്ന കാലം വരെ പടച്ചവൻ തിന്നാൻ തരുവോടാ, എഴുന്നേക്ക്, എഴുന്നേക്കടാ മോനെ, ഒരു ടെൻഷനും വേണ്ട. നീ കടയിലിരിക്കുന്നതിനാ, പള്ളിക്കകത്ത് ബാങ്ക് വിളിക്കുമ്പോ ഈ പരിസരത്ത് നീ കടയിൽ കച്ചവടം നടത്തും. എന്താ പോകാത്തെ? കസ്റ്റമർ വന്ന കച്ചവടം നിനക്ക് അല്ലാഹ് അത്ര ചെറുതായി പോയില്ലേ? എടാ, നിനക്ക് അല്ലാഹ് അത്രയും നിസ്സാരമായി പോയില്ലേ? ഈ കടയും കച്ചവടം തന്നതാരാ? അല്ലാഹ്. ആ അല്ലാഹ്ക്ക് ഇത് എടുത്തു മാറ്റാൻ കഴിവുണ്ടെന്ന് നീ ചിന്തിക്കാത്തെ? ഒറ്റ ദിവസം കൊണ്ട് നിന്നെ എത്തിങ്ങാനാക്കാൻ എന്റെ അല്ലാഹ്ക്ക് കഴിവില്ല. എടാ, നിനക്ക് ക്യാൻസർ എന്ന് പറയുന്ന ഒരു രോഗം വന്ന, ഉപ്പ ക്യാൻസർ വന്ന ഇതെല്ലാം വിറ്റുപറയ്ക്കാൻ മാറുമോ? എന്നിട്ട് നീ പള്ളിയുടെ മുന്നിൽ പോകും ലെറ്റർ പേടുമായിട്ട്. എന്തിന്? പിരിവെടുക്കാൻ. പള്ളി നിസ്കരിക്കാൻ പോകാത്ത നിന്നെയും നിന്റെ മക്കളെയും പെണ്ണുപിള്ളയും കൊണ്ടുപോയി വെള്ളിയാഴ്ച പള്ളിയുടെ മുന്നിൽ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹ് ആരാ? അല്ലാഹ് ആരാ? ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും മിൻ അദാബി ലശദീദ്. പടച്ചവൻ തന്ന വല്ലാത്ത പടച്ചവൻ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് കിടന്നുറങ്ങുന്ന മക്കളോടും ഭാര്യയോടും പറയണം, ഒരു ടെൻഷനും വേണ്ട, ഒരു ടെൻഷനും വേണ്ട. മരിക്കുന്ന കാലം വരെ അല്ലാഹു കഴിക്കാൻ ഭക്ഷണം തരും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇനി ടെൻഷൻ ഉണ്ടോ? ഞാൻ ഖുർആനാ പറഞ്ഞ, ഹദീസ് ഒന്നും പറഞ്ഞില്ല. ഞാൻ ഖുർആനാ പറഞ്ഞേ. ആ ഖുർആനി ഞാനും നിങ്ങളും വിശ്വസിക്കുന്നവരാ. അപ്പൊ അല്ലാഹു തരുമെന്ന് പറഞ്ഞാൽ പടച്ചവൻ തരും. വാക്ക് പറഞ്ഞാൽ പാലിക്കാൻ. നമ്മളെ പോലൊന്നുമല്ല, രാഷ്ട്രീയക്കാരെ പോലൊന്നുമല്ല, പറഞ്ഞിട്ട് അങ്ങോട്ട് മാറുമ്പോ തീരാൻ. രണ്ടാമതായിട്ടത് പറഞ്ഞിട്ടും തന്റെ പൊന്നാര മക്കളെ എഴുന്നേക്കുന്നില്ല. വാപ്പ പറയുന്നു, മോനെ എഴുന്നേക്കടാ, പെണ്ണെ എഴുന്നേക്കടി. മരിക്കുന്ന കാലം വരെ അല്ലാഹു നമ്മളെ പട്ടിണിക്കിടൂല, റബ്ബ് നമുക്ക് ദാരിദ്ര്യം തരൂല, നമ്മുടെ അന്നം അല്ലാഹു മടക്കൂല. എഴുന്നേറ്റിട്ടൊരു 2 റക്അത്ത് നിസ്കരിക്കു പെണ്ണേ. മോനെ എഴുന്നേറ്റൊരു 5 മിനിറ്റ് അല്ലാഹുവിന് കൊടുക്കടാ. ഇത് പറഞ്ഞിട്ടും തന്റെ പൊന്നാര മക്കൾ എഴുന്നേക്കുന്നില്ലെങ്കിൽ രണ്ടാമതൊരു പ്രതിഫലം പറയണം, വൽആഖിബത്തു ലിത്തഖ്വാ. അവിടെന്ന് ചോദിക്കണം, മോനെ ഒരു നല്ല മരണം വേണോടാ? എടാ, ഒരു നല്ല മരണം നിനക്ക് വേണോ? കൊതിയില്ലേടാ പൊന്നു മോനെ?
വെള്ളിയാഴ്ച രാവിലെ മരിക്കാൻ എത്രയോ പേര് ചിരിക്കുന്ന മുഖം നീ കണ്ടവനാട്, പുഞ്ചിരിച്ചുകൊണ്ട് കിടക്കുന്ന എത്രയോ പേരുടെ ജനാസ കണ്ടവനാട്. മോനെ കൊതിയില്ലേടാ അല്ലാഹുവിന്റെ മലക്കുകൾ പടച്ചവനെ, മലക്കുൽ മൗത്തും തന്റെ അനുയായികളും എന്റെയും നിങ്ങളുടെയും മുന്നിലേക്ക് കടന്നു വരുന്ന ഒരു രംഗമുണ്ടല്ലോ. ആകാശ ലോകത്ത് നിന്ന് 70 മുതൽ 70,000 വരെ അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. ഫകശഫിനാ അൻക ഇതാഅക ഫബസറുകൽ യൗമ ഹദീദ്. കാണേണ്ട താമസം പിടഞ്ഞു വീഴുകയാണ്. മലക്കുകൾ മുഴുവനും പടച്ചവനെ നമ്മുടെ ചുറ്റുഭാഗത്ത് വന്ന് നിൽക്കുകയാണ്. കല്ലാ ഇദാ ബലഗതി തറാഖിയ വകീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫതി സാഖു ബിസാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. അല്ലാഹുവേ, മലക്കുകൾ നമ്മളോട് പറയുകയാണ്, നിന്നെ കൊണ്ടുപോകാമെന്നതാണ്. രക്ഷപ്പെടുത്താൻ ആരെ വേണമെങ്കിലും വിളിച്ചോ, എന്ത് വഴികൾ വേണമെങ്കിലും നീ നോക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവനെ അവർ എന്റെയും നിങ്ങളുടെയും റൂഹുകൾ അവരുടെ കയ്യിലിരിക്കുന്ന ചാട്ടവാറ് കൊണ്ട് തല്ലി ചതച്ചുകൊണ്ട് റൂഹ് പിടിച്ചെടുത്ത് അത് തൊണ്ടക്കുഴിയിലേക്ക് കടന്നു വരുമ്പോ പറയണ്ടേ ഉമ്മ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് പറഞ്ഞു മരിക്കാൻ കൊതിയുണ്ടോ? പറഞ്ഞിട്ട് മരിക്കാൻ ആഗ്രഹമുണ്ടോ? അള്ളാന്റെ റസൂലല്ലേ പറഞ്ഞത്, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, അവന് സ്വർഗ്ഗത്തിന്റെ അവകാശിയാ. അള്ളയല്ലേ പറഞ്ഞത്, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് മരിക്കുന്നവനാണ് യഥാർത്ഥ വിജയി എന്നല്ലാന്റെ ഖുർആൻ പറയുമ്പോ മക്കള് 10ാം ക്ലാസ്സിൽ 10A+ വാങ്ങാൻ മക്കളുടെ കൂടെ നിൽക്കുന്ന ഉമ്മ, പഠിക്കടാ പഠിക്കടാ എന്ന് നീ നിന്റെ പൊന്നാര മക്കള് പാതിരാത്രി വരെ ഇരുത്തി പഠിപ്പിക്കുന്ന ഉമ്മ, 10A+ വാങ്ങി ജയിക്കുന്നതിൽ കാര്യമില്ല ഉമ്മ. നീ ഈമാനുള്ളവളാണെങ്കിൽ, നീ പരലോകത്തെ വിശ്വസിക്കുന്നവളാണെങ്കിൽ, നീ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവളാണെങ്കിൽ A+ വാങ്ങാനല്ല, ആ പരീക്ഷയ്ക്ക് ജയിക്കാനല്ല നിന്റെ മക്കളെ പറഞ്ഞു കൊടുക്കേണ്ടത്. പിന്നെ എപ്പോഴാണ് വിജയിക്കേണ്ടതെന്നറിയുമോ? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. 4 മണിക്ക് എഴുന്നേറ്റ് പഠിക്കാൻ പറയുന്ന ഉമ്മ, 4 മണിക്ക് അഡീഷണൽ ടെസ്റ്റിനും ട്യൂഷനും ഒക്കെ വിടുന്ന ഉമ്മമാര്, മക്കളെ ഒന്ന് വിജയിപ്പിക്കാൻ നീ കിടന്ന് കഷ്ടപ്പെടുന്നതെങ്കിൽ, നീ യഥാർത്ഥത്തിൽ ഒരു ഉമ്മയാണെങ്കിൽ, നിന്റെ മക്കളോട് നീ നൊന്ത് പ്രസവിച്ച ഉമ്മയാണെങ്കിൽ, നിന്റെ മക്കളോട് നിനക്ക് സ്നേഹമുണ്ടെങ്കിൽ, നിന്റെ മക്കളോട് ആത്മാർത്ഥമായിട്ട് നിനക്ക് സ്നേഹമുണ്ടെങ്കിൽ, നീ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. മോളെ, പ്രസവത്തിന്റെ വേദന പോലും എന്നെ കൊണ്ട് താങ്ങാൻ കഴിഞ്ഞില്ല, പ്രസവത്തിന്റെ വേദന പോലും എന്നെ കൊണ്ട് താങ്ങാൻ കഴിഞ്ഞില്ല, അത് ഭയാനകമായ ഒരു വേദനയാണ്. എങ്കിൽ ഇതിനേക്കാളും വേദന മരണവേദനയ്ക്കാ. മരണത്തിന് വേദനയുണ്ടെന്ന് പറഞ്ഞത് പടച്ചറപ്പാ. അതുകൊണ്ട് മോളെ, ഉമ്മാന് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ്. അതുകൊണ്ട് ആ മരണവേദനയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു കൊടുക്കൂ. അതല്ലേ സ്നേഹം, അതല്ലേ സ്നേഹം. നീ മാത്രം സ്വർഗത്തിൽ പോയാ മതിയോ? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, അതാ ഖു അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസു വൽ ഹിജാറ.
അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടണമെന്നാണ്. അതുകൊണ്ട് നീ മാത്രം രക്ഷപ്പെട്ടാ മതിയോ? ആ മക്കളെയും രക്ഷപ്പെടുത്തേണ്ട. അതുകൊണ്ട് നീ മക്കളോട് പറഞ്ഞു കൊടുക്കും, മോളെ മരണവേദന കുറയണ്ടേ മോള്, അള്ളാഹു നിനക്കൊരു നല്ല മരണം തരണ്ടേ മോള്. അതാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിച്ച അവനാണ് യഥാർത്ഥ വിജയം എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുകയാ. അതുകൊണ്ട് അതിനു വേണ്ടി പരിശ്രമിക്കുമ്പോ, അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു നല്ല മരണം വേണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു നല്ല മരണം വേണോ? ഉസ്താദേ, എന്റെ ഉമ്മ മരിച്ചത് റമദാൻ 17 വെള്ളിയാഴ്ച ദിവസമാണ്. പറഞ്ഞുകൊണ്ട് നടക്കുന്ന മുസ്ലിമേ, ഉമ്മ വെള്ളിയാഴ്ച മരിച്ചാ നിനക്കൊന്നും കിട്ടൂല. നിന്റെ വാപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നടന്നാ നിനക്കല്ല സ്വർഗം തരൂല. വാപ്പയ്ക്കാണ് അല്ലാഹു സ്വർഗം കൊടുക്കുന്നത്. പക്ഷേ നിനക്കും അങ്ങനെ സ്വർഗത്തിൽ പോകണമെങ്കിൽ, നിനക്കും ഒരു നല്ല മരണം കിട്ടണമെങ്കിൽ അത് പണം കൊടുത്ത് വാങ്ങാൻ കഴിയുമോ? നീ അല്ലാഹുവിനോട് പറയുന്നു, പടച്ചവനെ എന്റെ സ്വർണം മുഴുവനും തരാ, എന്റെ വീടും പറമ്പും മുഴുവനും ഞാൻ തരാ, എനിക്ക് വെള്ളിയാഴ്ച ഒരു മരണം തരണേ അല്ലാ. കൊടുത്തിട്ട് വാങ്ങാൻ കഴിയുമോ പെങ്ങള്? ഒരുപാട് പേര് ആഗ്രഹിച്ചിട്ട് കിട്ടാത്ത ഭാഗ്യവാ, ഒരുപാട് പേര് ആഗ്രഹിച്ചിട്ട് അല്ലാഹു കൊടുക്കാത്തതാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, തന്റെ പൊന്നാര മക്കളെയും കുടുംബത്തെയും നമസ്കരിക്കുന്നതിന് വേണ്ടി വിളിച്ചുണർത്തുന്ന വാപ്പാ, അല്ലാഹു നിങ്ങൾക്ക് നല്ല മരണം തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ.